വെൽക്കം ബാക്ക് ടു അതെന്താ അറിയോ സ്വകാര്യം പറഞ്ഞത്, ഞങ്ങളൊരു ഡാൻസിന് പങ്കെടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഡാൻസ് ഞങ്ങളുടെ ഈ കുക്കിങ്ങിന്റെ ഇടയിൽ ഇടണമെന്ന് പറയുന്നത് അല്ലേ. ഞങ്ങള് ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ചെറിയൊരു ഡാൻസുകൾക്കും ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ ഈ ഒരു വെറൈറ്റി ഐറ്റം ഇവരുണ്ടാക്കട്ടെ അല്ലേ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഷെയർ ചെയ്യണം. ഗുണമണിയായ റസൂലുള്ളാഹ് പകരും ഗുരുള്ളാഹ് ഇഹപരനിയം ഹബീബുള്ളാഹ് ഇറയോന്റെ കനിയേ സല്ലല്ലാഹു ഇത് മാസിൻ്റെ ഒരു കഷ്ണം, അതിനെപ്പറ്റി വിശദീകരിച്ചാൽ പിന്നെ പറയാം. ഇതതിനെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇതൊരു ഫുൾ തേങ്ങ ചിരകിയതാണിത്. ഒരു 50 ഗ്രാം മല്ലിയില, 3 വലിയ ഉള്ളി അതിനെ ചെറുതാക്കി അരിഞ്ഞതാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 3 കപ്പ് ഉണ്ടാവും. മഞ്ഞപ്പൊടി 1/2 സ്പൂണ്, 1 സ്പൂണ് ഗരം മസാല, ഉപ്പ് പാകത്തിന്, 2 പച്ചമുളകും, 1 പണ വെളുത്തുള്ളിയും, ഒരു 1.5 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം. ഇതിനെ മിക്സിയിൽ ചതച്ചെടുത്താണ് ഈ കാണുന്നത്. ഇത് 200 മില്ലി 2 കപ്പ് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതാണ്. ആദ്യം നമുക്കൊരു നല്ല ക്ലീൻ വാട്ടറിൽ ഈ മാസിൻ്റെ ഈ ഒരു പീസായി വെള്ളത്തിലിട്ട് വെക്കുക. ഒരു വെള്ളത്തിലൊരു 12 മണിക്കൂറെങ്കിലും ചുരുങ്ങിയതിട്ട് വെക്കുക. അങ്ങനെ 12 മിനിറ്റ് അടച്ചു വെച്ചിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ഇതിനെടുത്തിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. ഇത് ലക്ഷദ്വീപിലുള്ള ഒരു മാസാണ്. ഇതിനെ ഉപ്പിലിട്ട് വേവിച്ചിട്ട് ഉണക്കിയെടുത്തൊരു സംഭവമാണിത്. ഇത് കിലോന് അവിടെ 400 രൂപയാണ് വില ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാസ് കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ, ഇത് സൂദാൻ എന്ന് പറഞ്ഞൊരു മീനാണ്, അതായത് കേദറ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുതിർത്ത് വരും. എന്നാലും ചിലപ്പോൾ കുറച്ച് ഹാർഡ് ഉണ്ടാവും. ഹാർഡ് ഉണ്ടെങ്കിലും ചെറുതാക്കി പീസാക്കി വെക്കുക. ഇതേപോലെ പീസാക്കി വെച്ചതിന് ശേഷം അതിനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട്, ഒരു തേങ്ങയും വേണം നമുക്ക്, ഒരു ഫുൾ തേങ്ങ എടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുക. ആദ്യം ഈ മാസ് മാത്രം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അരയാത്ത ചില കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്ന് തപ്പിയെടുത്തിട്ട് രണ്ടാമത് നമ്മളിഞ്ഞ് തേങ്ങ കൂട്ടി അരക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കൂടി അതിട്ടിട്ട് അതിനെ അരച്ചാൽ അത് ശരിയാക്കുള്ളൂ. ഇതല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ചെറിയ പീസുകളുണ്ടാവും. അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അങ്ങനെ ചെറുതാക്കി ഒന്ന് കൈ കൊണ്ടെല്ലാം ആക്കി കൊടുക്കുക. ഇതുപോലെ ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് കുറച്ചിടുക. നമ്മൾ മിക്സീൻ്റെ അളവിനനുസരിച്ചിട്ട് ജാറിൽ എത്ര പറ്റുമെന്ന് വെച്ചാൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ഇതേപോലെ. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ ഈ ഒരു സാധനത്തിൻ്റെ മിക്സ് നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പിന്നെ ഉപയോഗിക്കാം. അതൊരു മസാല ഉണ്ടാക്കുന്നതിന് മുമ്പുള്ളൊരു മസാല എന്നുള്ളതിലേക്ക് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം.
യാതൊരു കേടും സംഭവിക്കില്ല. ഇതാണ് കൂടിയിട്ട് മിക്സ് ചെയ്യണത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പാത്രത്തിൽ ഒതുങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രം മാറ്റിയതാണ്. ഇതുപോലെ കംപ്ലീറ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. വെള്ളം തീരെ കൂട്ടരുതേ, കട്ടയൊന്നും ഉണ്ടാവില്ല. ശേഷം അതിന് നമ്മൾ ഇതുപോലെ ഒരു നല്ല അടപ്പുള്ളൊരു ബൗളിൽ അടച്ച് വെക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അത് വേറെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അതിനെപ്പറ്റി ഞാൻ പിന്നീട് വിശദീകരിക്കുക. അപ്പോൾ ജസ്റ്റ് ആദ്യം ഈ ഒരു ഫസ്റ്റ് പ്രക്രിയ ഇങ്ങനെ ചെയ്തു വെക്കുക. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഇതിനെ മസാല ശരിയാക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ല. ഇതിലേക്ക് നമ്മൾ ആ 3 വലിയുള്ളി ചെറുതാക്കി പൊടിപൊടിയാക്കി അരിഞ്ഞത് അതിലേക്ക് ഇടുക. എന്നിട്ട് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒന്ന് വാട്ടി റെഡിയാക്കി വെക്കുക. അതിലേക്ക് ആ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളക് അരച്ചത്, അത് അരച്ച തന്നെ വേണം, മിക്സിയിൽ വെള്ളം കൂട്ടരുത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക, ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം 1 സ്പൂണ് ഗരം മസാല ഇടുക, വീണ്ടും അത് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് പാകത്തിനിടുക, അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 കപ്പ് മാസാണ് എടുത്തിട്ടുള്ളത്. അതായത് മൊത്തമല്ല, നമ്മൾ മൊത്തം എടുത്തതിന് 2 കപ്പ് മാത്രം മാറ്റി വെച്ചിട്ട് എടുത്ത് ബാക്കി കണ്ട് മാറ്റി വെച്ചാണ്. 2 കപ്പ് മാസ് പൊടിയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതും ഇതുപോലെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ഇത് പിടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ആ കിഴങ്ങ് വേവിച്ചാണ്. ഇത് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് 200 മില്ലിൻ്റെ കപ്പിൽ അരച്ചിട്ട് മിക്സി ഉടച്ചിട്ട് അതിൽ വെച്ചിട്ട് അളന്നാണ്. ശേഷം അതിലേക്ക് മല്ലിയില ഇടുക. എന്നിട്ട് നമ്മൾ മിക്സി അടുപ്പങ്ങോട്ട് ഓഫാക്കിയിടുക. എന്നിട്ടത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടുക. ഈ മാസ് കയ്യിലില്ലെങ്കിൽ ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഈ ഒരു മസാല ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ യാതൊരു കേടുമില്ലാണ്ട് ഈ മസാല നിൽക്കും. അപ്പോൾ ഇത് ചൂടാറാണ്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മുടെ സാധാരണ പത്തിരി പരത്തുന്ന പോലെ പത്തിരി പരത്തുക. അതിൽ ഇതേപോലെ ഈ മസാല ഇതിൽ വെച്ചിട്ട് സെൻറ്റർ അടക്കുക. ശേഷം 2 തരത്തിലാണ് ചെയ്യുന്നുണ്ട്. ഒന്നിങ്ങനെ ഈ സ്റ്റീലൊരു ബൗളാണ്, അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുക. അപ്പോൾ അത് ഷേപ്പ് കിട്ടും, എൻ്റെ ഇങ്ങോട്ട് പ്രസ്സായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ എങ്ങനെ ഒന്ന് വേണേൽ ചെയ്യുക ഇതുപോലെ. ഇനി ഒന്ന് സാധാരണ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ മസാല ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇതേപോലെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും ചെയ്യാം. ശേഷം ഇതിനെ നമ്മളെ കോഴിമുട്ട മിക്സ് ചെയ്തതിൽ വെച്ച് ഒന്ന് അതിൻ്റെ മുകളിൽ പുറത്തേക്ക് ആക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ബ്രെഡ് പൗഡറിൽ വെക്കുക. ബ്രെഡിൻ്റെ പൗഡറാണ് ഏറ്റവും ഉത്തമം. എന്നിട്ടല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക. ഇത് ഞാൻ കട്ട്ലറ്റ് ഒന്ന് പൊരിച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതിൽ ഇത് ചെയ്യാണ്. ഇതുപോലെ കണ്ട് എടുക്കുക. സംഭവം സൂപ്പറായിരിക്കും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഫിഷ് ആകുമ്പോൾ വേറെ ടേസ്റ്റ്, ചിക്കനും ബീഫിനും വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.